ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അഡാപ്റ്റേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ അതുകൊണ്ടൊക്കെ പല അഡാപ്റ്റേഴ്സും പഞ്ച് ചെയ്ത് ഗ്ലൂ ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റാത്തതുകൊണ്ടും റിപ്പയർ ചെയ്യാതെ നമ്മൾ അതെല്ലാം കളഞ്ഞിട്ട് പുതിയത് മേടിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ നല്ല റേറ്റാണ് പുതിയ ഒറിജിനൽ അഡാപ്റ്റേഴ്സിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അഡാപ്റ്റേഴ്സിൻ്റെ കവറ് എങ്ങനെ ഡാമേജ് ഇല്ലാതെ ഓപ്പൺ ചെയ്യാം, അതുപോലെ ഇത് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ട് ഇതിൻ്റെ അടപ്പിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെ തുറക്കാം, ഇത് എങ്ങനെ സർവീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ നമ്മൾ ഇടുന്നതായിരിക്കും. ഈ ചാർജറിൻ്റെ കംപ്ലൈൻറ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേബിളിൻ്റെ കംപ്ലൈൻ്റാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ നിന്ന് ഇതിൻ്റെ കേബിൾ ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും കേബിൾ ഡാമേജ് ആയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് ഷിങ്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചാർജറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റീഅസംബിൾ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇത് കമ്മിട്ടിപ്പം ഒട്ടിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് അടച്ചെന്നേ ഉള്ളൂ. നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇത് ഫുൾ കവറ് ക്ലോസ് ചെയ്യത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് 19 വോൾട്ടേജാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് 19.80 കിട്ടുന്നുണ്ട്. അപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ അഡാപ്റ്റർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കവറിന് ഇട്ടിട്ട് നമുക്കിത് പഞ്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഇത് അഡാപ്റ്റർ പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് ഒരു ഡാമേജും കൂടാതെ ഇത് നീറ്റായിട്ട് പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നതിനും വരെ ഗുഡ് ബൈ.